സംസ്ഥാനത്ത് സ്കൂൾ ബാഗുകളുടെ ഭാരം നിശ്ചയിക്കുന്ന കൃത്യമായ മാർഗനിർദ്ദേശമുണ്ടെങ്കിലും വിദ്യാർത്ഥികളുടെ ചുമലിൽ അമിത ഭാരമാണ്. ഒരു കുട്ടിയുടെ ശരീരഭാരത്തിന്റെ 10% മാത്രമായി ബാഗുകളുടെ തൂക്കം നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇരട്ടിയിലധികം ചുമക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അമിതഭാരം തോളിലെടുക്കുന്നത് കുട്ടികളിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകും എന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. തലസ്ഥാനത്തെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണിത്. 2 കുട്ടികളുടെയും ഭാരം 30 കിലോയിൽ താഴെ. ശരീരഭാരത്തിന്റെ 10% വിദ്യാർത്ഥികളുടെ ബാഗിന്റെ തൂക്കം. അങ്ങനെയെങ്കിൽ ബാഗിനുണ്ടായിരിക്കേണ്ട ഭാരം 3 കിലോയിൽ താഴെയാണ്. എന്നാൽ കുട്ടികൾ തോളിലേറ്റുന്നത് അത്രയും ഭാരമല്ല. കുട്ടികളുടെ ഭാവിയെ കരുതിയാണ് ബുക്കും പുസ്തകവും ഭക്ഷണവും വെള്ളവും എല്ലാം നൽകി മാതാപിതാക്കൾ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. എന്നാൽ അവർ തോളിൽ ചുമക്കുന്നത് അവർക്ക് എടുക്കാൻ കഴിയുന്ന ഭാരമാണോ? അല്ല എന്നാണ് കണ്ടെത്തൽ. കുട്ടികൾക്ക് എത്ര ഭാരം വരെ ചുമക്കാനാകും? ഭാരം കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇതിനൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. 2020 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കായി സ്കൂൾ ബാഗുകളുടെ തൂക്കത്തിന് നയം തയ്യാറാക്കിയിരുന്നു. ലോകാരോഗ്യ സംഘടനയും സമാന നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ ശരീരഭാരത്തിന്റെ 10% മാത്രമേ ബാഗിന് ഭാരമുണ്ടാകാവൂ. 15% കൂടിയാൽ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും. പ്രീ പ്രൈമറിയിൽ സ്കൂൾ ബാഗ് പോലും പാടില്ല. ബാഗിന്റെ ഭാരം കുറയ്ക്കാനും നയത്തിൽ നിർദ്ദേശങ്ങൾ പലതുണ്ട്. വലുപ്പം കൂടുതലുള്ള ബാഗുകൾ ഉപേക്ഷിക്കണം. ടെക്സ്റ്റ് ബുക്കുകൾ പങ്കുവയ്ക്കണം. ഡിജിറ്റൽ പഠന സംവിധാനങ്ങൾ ഉപയോഗിക്കണം. ഹോംവർക്കുകൾക്ക് പകരം വർക്ക്ഷീറ്റുകൾ നൽകണം. ഉച്ചഭക്ഷണം, കുടിവെള്ളം എന്നിവയ്ക്ക് സ്കൂളിൽ സൗകര്യമൊരുക്കണം. ഭക്ഷണപാത്രം നൽകുന്നതിലും ഭാരശ്രദ്ധ വേണം. പഠനോപകരണങ്ങൾക്ക് പുറമെ മറ്റൊന്നും ബാഗിൽ പാടില്ല. അങ്ങനെ നീളുന്ന നിർദ്ദേശങ്ങൾ കുറയ്ക്കാൻ സാധിക്കണം. അത് ചെയ്യേണ്ടത് പരമാവധി പുസ്തകങ്ങൾ അവിടെ കളക്ട് ചെയ്ത് വെക്കാനുള്ള സമയം സ്കൂളിൽ തന്നെ ക്ലാസ് മുറിയിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ കുറേ മാറ്റങ്ങൾ അത് തന്നെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. കുട്ടികൾ എന്തെങ്കിലും പരാതിയോ ബുദ്ധിമുട്ടോ ഒക്കെ പറയുന്നുണ്ടോ ഈ വലിയ ഭാരം ചുമക്കുന്നത്? വെയിറ്റിനെ കുറിച്ച് പരാതിയുണ്ട്. അവർക്ക് 100 മീറ്ററോളം ഉണ്ട് സ്കൂളിനകത്തോട്ട് നടന്നുകൊണ്ട്. നമുക്ക് പുറത്തെല്ലാം ആക്കാൻ കഴിയും. എല്ലാ ടെക്സ്റ്റും നോട്ട്ബുക്കും ടൈം ടേബിൾ അനുസരിച്ച് എടുക്കുമ്പോൾ എന്തായാലും ഇത്രയും വരും. എന്തായാലും അതിനോട് ഭക്ഷണം, വെള്ളം എല്ലാം ഭക്ഷണത്തിനെ കൂടെ അതിനകത്ത് തന്നെയാണ് വയ്ക്കുന്നത്. ഭക്ഷണം, വെള്ളം ഇതും കൂടെ ആകുമ്പോൾ ഓവർ വെയിറ്റ് ആകുന്നുണ്ട്. ഓരോ സ്കൂളിലും എല്ലാ മാസവും ബാഗിന്റെ ഭാരം അളക്കണമെന്നും ഇതിനായി ക്ലാസ്സുകളിൽ ഭാരം എഴുതി സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പക്ഷേ പ്രാവർത്തികമായിട്ടില്ല. അമിത ഭാരം ചുമക്കുന്നത് കുട്ടികളിൽ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് ചെറിയ കുഞ്ഞുങ്ങൾക്ക്, വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് 1 തൊട്ട് 2 കിലോ, ഒരു 3ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് 3 കിലോ അങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. ബാഗിൻ്റെ കാര്യത്തിൽ ഒന്നൊരു ശ്രദ്ധ വേണം. വാങ്ങിക്കുന്ന ബാഗ് ഇച്ചിരി പാഡഡ് ആയിട്ടുള്ള ബാഗ് വേണം. അത് ഇടുമ്പോൾ നമ്മുടെ ബാക്കിൻ്റെ കറക്റ്റ് നടുക്കിടണം. ഹെവിനെസ് കുറയ്ക്കാൻ സ്കൂളുകാരും കൂടെ ഒന്ന് കോപ്പറേറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഈ നട്ടലിന് മുമ്പിലോട്ടൊരു വളവുണ്ടാവാം, ഇവിടെ ഒരു വളവുണ്ടാവാം. കഴുത്തിന് നല്ല സ്ട്രെയിൻ വന്നിട്ട് കഴുത്ത് വേദന ഉണ്ടാവാം. പിന്നെ ഭാവിയിൽ ഇവരുടെ പോസ്ചറിനെ ബാധിക്കുക, സ്പൈനിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം. അവർക്ക് അവരുടെ ഫ്യൂച്ചറിലുള്ള പോസ്ചർ പെർമനൻ്റ്ലി ഒരു കൈഫോട്ടിക്ക്, അതായത് കൂനുള്ള ഒരു പോസ്ചറിലോട്ട് പോകാനുള്ള സാധ്യത വളരെയും കൂടുതലാണ്. അത് പിന്നുള്ളവരുടെ കോൺഫിഡൻസ്, അവരുടെ പേഴ്സണാലിറ്റി ഒക്കെ ബാധിക്കും. അതല്ലാതെ അത് കാരണമുള്ള പെയിന്, ബാക്കി മസിലിൻ്റെ ഇഷ്യൂസും എല്ലാം ഉണ്ടാവാം. കേന്ദ്ര സർക്കാരിന്റെ കരട് റിപ്പോർട്ട് നടപ്പിലാക്കാൻ മുൻ സർക്കാർ മുൻകൈയെടുത്തിരുന്നു. ചില സ്കൂളുകൾ ഭാരം കുറയ്ക്കാൻ നടപടികളും തുടങ്ങിയതാണ്. എന്നാൽ പൂർണ്ണമായി നടപ്പിലാക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. അമിതഭാരമുള്ള ബാഗുകൾ ചുമക്കുന്നത് മൂലം ശാരീരിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, കുട്ടികളിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പഠനങ്ങളുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ വേണമെന്നാണ് രക്ഷിതാക്കളും അധ്യാപകരും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ചന്തു പ്രവചനൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.